സമാധാനത്തിൻ്റെ സന്ദേശം പാറിപ്പറക്കട്ടെ. മാലാഖമാർ അവർ ഈ മണ്ണിനെയും വിണ്ണിനെയും തമ്മിൽ കൂട്ടിക്കിണക്കുന്ന സ്വർണ്ണ കണ്ണികൾ തന്നെയാണ്. പരിശുദ്ധനായവൻ്റെ പവിത്ര ദൗത്യവുമായി ഈ പാരിടത്തിലേക്ക് പറക്കുന്നവനാണ് ഓരോ മാലാഖയും. അതുകൊണ്ട് ദൗത്യം പേറുന്ന മാലാഖായെ നമ്മൾ ദൂതൻ എന്ന് വിളിക്കുന്നു. ഈ മണ്ണിൽ പിറന്നു വീഴുന്ന ഓരോ മനുഷ്യനിലും ഒരു മാലാഖ മറഞ്ഞിരിപ്പുണ്ട്. മനുഷ്യൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന മാലാഖയ്ക്ക് ചിറകുമുളപ്പിക്കുക എന്നുള്ളത് അവൻ തന്നെ ചെയ്യേണ്ട അവൻ്റെ കടമയാണ്. ആത്മീയതയുടെ അനന്തവിഹായസിൽ പാറു നടക്കുവാൻ വേണ്ടി മാത്രമല്ല ഈ വർണ്ണച്ചിറകുകൾ ദൈവം അവന് കൊടുക്കുന്നത്. വെള്ളിമേഘങ്ങളെ, കൃപയുടെ വെള്ളിമേഘങ്ങളെ തൊട്ടുരുമ്മി കടന്നു പോകുമ്പോഴും അവൻ ഈ മണ്ണിൽ പറയുവാൻ ഒരു ദൂതുണ്ട്, ചെയ്തു തീർക്കുവാൻ ഒരു ദൗത്യവുമുണ്ട്. തിരയും തീരവും. തീരം നൽകുന്ന സംരക്ഷണത്തിൽ കാഴ്ചക്കാരാകാനാണ് നമുക്കിഷ്ടം. എനിക്കുണ്ടാകാത്ത ഒരു നഷ്ടവും എൻ്റെ പ്രശ്നങ്ങളല്ലല്ലോ. കാഴ്ചയുടെ അന്ധതയ്ക്ക് പൂർണ്ണ വിരാമമിടാം. നമ്മുടെ ചിന്തകൾക്ക് ചിറകുമുളപ്പിക്കാം. ഈ ആകാശത്തിലൂടെ പറന്നുയരാം. ഏദൻ തോട്ടത്തിന് കാവൽ നിൽക്കുന്ന അഗ്നിച്ചിറകുള്ള മാലാഖമാരെക്കുറിച്ച്, കെരൂബിയൻ മാലാഖമാരെക്കുറിച്ച് പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 24-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴിക്ക് കാവൽ നിൽക്കുവാൻ ഏദൻ്റെ കിഴക്ക് വശത്തായി ഊരിപ്പിടിച്ച വാളുമായി അവർ നിലകൊള്ളുന്നു. ജീവൻ്റെ മഹത്വവും മനുഷ്യൻ്റെ വിലയും മറക്കാതെ മനോഹരമായ ഈ പ്രകൃതിയെ സംരക്ഷിക്കുവാൻ ധാർമ്മിക ഇച്ഛാശക്തിയോടെ വാളുയർത്തിപ്പിടിച്ച്, നന്മയുടെ ധാർമ്മികതയുടെ പടവാളുയർത്തിപ്പിടിച്ച് നിലകൊള്ളുവാൻ മനുഷ്യർക്ക് പ്രേരക ശക്തിയായി മാറുകയാണ് ഈ കെരൂബിൻ മാലാഖമാർ. ഞാൻ മോനമ്മ കോക്കാട്. പുകവലിക്കെതിരെ എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കോട്ടയം BCM കോളേജിൽ 30 വർഷം പഠിപ്പിച്ച വ്യക്തിയാണ്. എറണാകുളത്ത് നിന്ന് ഞാൻ ട്രെയിനിലാണ് കോട്ടയത്ത് പോയിക്കൊണ്ടിരുന്നത്. ആ യാത്രകൾ ഏകദേശം 28 വർഷം നീണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു കൊളീഗ് എൻ്റെ കൂടെ സ്ഥിരം യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അവരൊരു ആസ്മ രോഗിയായിരുന്നു. ഏതെങ്കിലും ഒരു പുക അല്പം അകത്ത് ചെന്നാൽ ഉടനെ തന്നെ ആസ്മ ഇളകും. കടുത്ത ആസ്മയുടെ ശല്യമുണ്ടാകുമ്പോൾ ഞാൻ പലപ്പോഴും അവർക്ക് വേണ്ടി പ്രതികരിക്കാറുണ്ടായിരുന്നു. പുകവലിക്കുന്ന ആളോട് പറയും, ഒന്ന് മാറിയിരുന്ന് വലിക്കണം, എൻ്റെ സുഹൃത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ അപ്പോൾ തിരിച്ചു പറഞ്ഞത്, ഇത് എൻ്റെ അവകാശമാണ്, പുകവലിക്കുന്നത് എൻ്റെ അവകാശമാണ്, അതിനെ ചോദ്യം ചെയ്യാൻ ആർക്ക് സാധിക്കില്ല. അവിടെയാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്. പുകവലിക്കുന്നത് അവകാശമാണെങ്കിൽ ശുദ്ധവായു ശ്വസിക്കുവാനും നമുക്ക് അവകാശമുണ്ടല്ലോ. ആ ശുദ്ധവായു ശ്വസിക്കുവാനുള്ള അവകാശമാണ് ഈ പുകവലിക്കാരെ നിഷേധിക്കുന്നത്. അങ്ങനെയാണ് 1998 കേരള ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപ്പര്യ ഹർജി കൊടുക്കാനിടയായത്. അവസാനം 1999 ജൂലൈ മാസത്തിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഉള്ള വിധി വന്നത്. ആരും പ്രതീക്ഷിക്കാത്ത, ഞാൻ അല്പം പോലും പ്രതീക്ഷിക്കാത്തൊരു വിധിയായിരുന്നു. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചുകൊണ്ട് കോടതി ഉത്തരവിട്ടു. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിരിക്കുന്നത് എൻ്റെ അമ്മയാണ്. ചെറുപ്പകാലത്ത് അമ്മ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. അമ്മ പറയുമായിരുന്നു, മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ ഈശ്വരഭക്തി. അതിനുവേണ്ടി അമ്മ ഞങ്ങളെ പ്രേരിപ്പിക്കുകയും ഞങ്ങൾക്ക് അതിനു വേണ്ട എല്ലാ വഴികളും തുറന്നു തരികയും ചെയ്യുമായിരുന്നു. വലുതായപ്പോൾ എൻ്റെ ബോധ്യങ്ങൾ വളർന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ വെളിവായി. ഞാൻ ചിന്തിക്കുന്നത്, നമ്മുടെ സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ സമൂഹത്തിൽ നിന്നും ധാരാളം കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്.
പക്ഷേ സമൂഹത്തിന് നാം എന്ത് തിരിച്ചു കൊടുക്കുന്നു? സ്വീകരിക്കാനല്ലാതെ തിരിച്ചു കൊടുക്കുവാൻ നാം ശ്രമിക്കാറില്ല മിക്കവരും. ഇതിലൊരാത്മീയതയും ഞാൻ കാണുന്നുണ്ട്. തിരിച്ചു കൊടുക്കുന്നതിലൊരാത്മീയതയുണ്ട്. ആ ആത്മീയതയെന്ന് പറയുന്നതാണ് നന്മയുടെ കാതൽ. സൗഭാഗ്യങ്ങളുടെ കലവറയിലെ കണക്കെടുപ്പാണ് പലപ്പോഴും നമുക്ക് ജീവിതം. ഒരു പുഞ്ചിരിക്കും ഒരു കണ്ണീർ കണത്തിനുമിടയിൽ ഈ സൗഭാഗ്യങ്ങളെയാണ് പലരും ആധാരമാക്കാറുള്ളത്. സൗഭാഗ്യം നിഷേധിക്കപ്പെടുന്നവരിലേക്ക് നടന്നു നീങ്ങാൻ ഈ ആകാശം നമ്മെ വിളിക്കുന്നുണ്ട്. നമുക്ക് പറന്നുയരാം. തോബിയാസിന് കൂട്ടുപോകുന്ന റാഫായേൽ മാലാഖയാണ് പഴയ നിയമത്തിലെ തോബിത്തിൻ്റെ പുസ്തകത്തിന് ഏറെ മിഴിവ് പകരുന്ന കഥാപാത്രം. ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ മേദിയായിലേക്ക് വഴിയാത്ര ചെയ്യുന്ന തോബിയാസിന് കൂട്ടുപോകുന്ന റാഫായേൽ മാലാഖ കേവലം ഒരു പഥികൻ മാത്രമല്ല, തോബിയാസിൻ്റെ പരിപാലകനും പരിശീലകനും ഒക്കെയായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. വഴിയിൽ പതിയിരിക്കുന്ന കെണികളെ തരണം ചെയ്യുവാനും ആത്മാവിനെ അലങ്കോലപ്പെടുത്തുന്ന പൈശാചിക ശക്തികളെ ദൂരീകരിക്കുവാനും ഉത്തമയായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും തോബിയാസിനെ പ്രചോദിപ്പിക്കുന്നതും സഹായിക്കുന്നതും റാഫായേൽ മാലാഖയാണ്. വിവാഹവേളയിലെ ചില വിപത്തുകളെ ഒഴിവാക്കുവാനും പൈശാചിക ശക്തികളെ ആട്ടിയോടിക്കുവാനും സാറ എന്ന സ്വന്തം ജീവിത പങ്കാളിയെ തോബിത്തിൻ്റെ കുടുംബത്തോട് കൂട്ടിച്ചേർക്കുവാൻ വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിനും റാഫായേൽ മാലാഖയാണ് തോബിയാസിന് ശക്തി പകർന്നത്. ഈ മാലാഖ പിന്നീട് അന്ധനായ തോബിത്തിൻ്റെ കണ്ണുകളിൽ കാഴ്ചയുടെ വെട്ടം പകരുന്ന മനോഹരമായ സന്ദേശവും കൂടെ തോബിത്തിൻ്റെ പുസ്തകം നമുക്ക് നൽകുന്നുണ്ട്. ഞാൻ റിജി ജോസഫ്, ദീപികയുടെ കോട്ടയം ബ്യൂറോ ചീഫാണ്. 18 വർഷമായിട്ട് മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നു. ദീപികയുടെ മാധ്യമത്താളുകളിലേക്കായി 40 മാധ്യമ പരമ്പരകൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. മനുഷ്യാവകാശ റിപ്പോർട്ടിങ്, അതുപോലെ പാരിസ്ഥിതിക റിപ്പോർട്ടിങ്, ഇങ്ങനെയുള്ള വിഷയങ്ങളിലാണ് ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുത്തിട്ടുള്ളത്. ചെയ്ത വിഷയങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നിയത് മരുന്ന് വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട മരുന്ന് ചന്തയിലെ മറിമായങ്ങൾ എന്നൊരു ലേഖന പരമ്പരയും, അതുപോലെ കേരളത്തിലെ ആദിവാസി ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ചക്ലിയ സമുദായം അനുഭവിക്കുന്ന ക്ലേശങ്ങളും റിപ്പോർട്ട് ചെയ്ത അവസരങ്ങളാണ്. ഞാൻ ചെയ്ത റിപ്പോർട്ടുകളിലെ ചക്ലിയ സമൂഹം അനുഭവിക്കുന്ന റിപ്പോർട്ടുകൾ സംസ്ഥാന പത്രപ്രവർത്തക അവാർഡും ദേശീയ മാധ്യമ പുരസ്കാരവും എനിക്ക് ലഭിച്ച പരമ്പരയായിരുന്നു. പത്രപ്രവർത്തനം ധർമ്മത്തിനും നീതിക്കും വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ പേരിൽ എത്ര റിസ്ക് ഏറ്റെടുക്കാനും എത്ര അപകടകരമായ സാഹചര്യങ്ങളെ അതിജീവിക്കാനുമുള്ള ഒരാത്മധൈര്യം, അതാണ് ഒരു മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാമൂഹിക പ്രവർത്തനം നടത്തുമ്പോഴത്തേക്കും നമുക്കുണ്ടായിരിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒരു പ്രശ്നം സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുക, അതുവഴി സമൂഹത്തിനും രാജ്യത്തിനും നമ്മളുടെ ജനങ്ങൾക്കും ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ, നേട്ടങ്ങൾ, നന്മകൾ, അത് നമുക്ക് നമ്മുടെ ധർമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നമ്മൾ ധരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യത്തിൽ യാതൊരുവിധ ആശങ്കകളും ഭീതികളും ഇല്ലാത്ത ഒരു പ്രവർത്തന രീതിയാണ് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പലപ്പോഴും ചെയ്യാറുള്ളത്. പത്രപ്രവർത്തനത്തിലും ഒരു ക്രിസ്തീയ തലമുണ്ട്. മാധ്യമപ്രവർത്തനത്തിൽ കൂടുതലായിട്ട് ഞാൻ കാണുന്നു കർത്താവ് പറഞ്ഞത്, ക്രിസ്തു പറഞ്ഞിട്ടുള്ള നീതിയും സത്യവും നടപ്പാവുക എന്ന് പറയുന്ന ഒരു വലിയ ധർമ്മം. മാധ്യമപ്രവർത്തകൻ തീർച്ചയായിട്ടും സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ്. ആ ഉപകരണം എന്ന നിലയിൽ ദൈവം എന്നെ ഉപയോഗിക്കുമ്പോൾ അതുവഴി സമൂഹത്തിന്, രാജ്യത്തിന്, വ്യവസ്ഥിതിക്കുണ്ടാകുന്ന നന്മ, അത് എന്നിലൂടെ ക്രിസ്തു പ്രവർത്തിക്കുമ്പോൾ അത് സമൂഹത്തിന് എത്രത്തോളം പ്രയോജനം ചെയ്യുന്നു, അത് എന്നിലുണ്ടാക്കുന്ന സന്തോഷം വളരെ വലുതാണ്. ചെയ്ത ലേഖന പരമ്പരകളിലൊക്കെയും ചെയ്ത പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലെല്ലാം ഒരുപാട് സാമൂഹികപരമായിട്ടുള്ള നന്മ, സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലുതാണ്.
കാഴ്ചയുടെ പരിമിതിക്കുള്ളിൽ കോട്ട കെട്ടുന്നവരാണ് നമ്മളിൽ പലരും. അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിച്ച് തിമിരം ധരിക്കുന്നവർ. അസ്വസ്ഥമായ ഒരു ലോകം ശാന്തി തേടുന്നുണ്ട്. പ്രവൃത്തി നിറഞ്ഞൊരു പ്രാർത്ഥന നമുക്ക് നൽകാനാവില്ലേ? ചിറകുകൾ കൊണ്ട് പാറി നടക്കാനാവില്ലേ? മാനവലോകം കണ്ട മാനിനിമാരിൽ മഹത്വമേറിയവളാണ് മറിയം. അവളുടെ മാതൃത്വത്തിൻ്റെ വില അവളെ അറിയിക്കുവാനും മംഗളവാർത്തയുടെ മനോഹരമായ ദർശനം പകരുവാനും അയക്കപ്പെട്ട ഗബ്രിയേൽ ദൂതനെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. വനിതകളിൽ ഏറെ വിനീതയായ അവളുടെ ചാരത്ത് ചെന്ന് ദൈവത്തിൻ്റെ ദൂതറിയിച്ച അതേ ഗബ്രിയേൽ ദൂതനാണ് മറിയത്തെ മഹത്വവൽക്കരിക്കുവാൻ യൗസേപ്പിന് പ്രചോദനമായി തീർന്നത്. മറിയത്തിൻ്റെ മാതൃത്വത്തിന് മഹത്വം കൊടുക്കുവാനും അവളുടെ സ്ത്രീത്വം ഒരു തരത്തിലും അവമതിക്കപ്പെടാതിരിക്കുവാനും യൗസേപ്പിന് ഉൾപ്രേരണ കൊടുത്ത മാലാഖ സ്വപ്നങ്ങളിലൂടെ അദ്ദേഹത്തെ ഏറെ സഹായിച്ചു എന്നതും വചനത്തിലൂടെ വെളിപ്പെടുത്തപ്പെടുന്ന സത്യമാണ്. ഞാൻ മേരി അയ്യപ്പ്. 2012 കോട്ടയം ഡിസ്ട്രിക്ട് പോലീസ് ബ്രേവറി അവാർഡ് ലഭിച്ച വ്യക്തിയാണ്. ഈ ബ്രേവറി അവാർഡിന് പുറകെ ഒരു സംഭവമുണ്ട്. 30 വർഷത്തോളം കാലം കോട്ടയം BCM കോളേജിൽ ജോലി ചെയ്യും, അതുപോലെ വീട്ടിൽ കാര്യങ്ങളൊക്കെ നോക്കി വളരെ റിലാക്സ്ഡ് ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഇതെല്ലാം ഒരു വ്യത്യാസം വന്നു. 2012 ഫെബ്രുവരി 9 പതിവ് പോലെ കോട്ടയത്ത് BCM കോളേജിലേക്ക് പോണ ട്രെയിൻ യാത്ര മധ്യേ കുറുപ്പന്ത റെയിൽവേ സ്റ്റേഷനിൽ യാതൊരു പ്രൊവൊക്കേഷൻ ഇല്ലാതെ ഒരു വ്യക്തി ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ ചാടി കയറുകയും അവിടെ നിൽക്കുന്ന പെൺകുട്ടികളുടെ അടുത്ത് വളരെ മോശമായിട്ട് പെരുമാറുകയും അവരെ തള്ളിയിടാൻ ശ്രമിച്ചു. ഈ ബഹളം കേട്ട് ഞാൻ അവിടെ ആ സ്പോട്ടിലെത്തുകയും ആ വ്യക്തിയെ പോലീസിലെ ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷെ പോലീസിൽ ഏൽപ്പിച്ച് കഴിഞ്ഞ് ഒരു സാക്ഷി വേണമല്ലോ, സാക്ഷി പറയാൻ ആരുമില്ല. അപ്പോൾ ഞാൻ ആ വ്യക്തിക്കെതിരെ സാക്ഷി പറയുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ വനിതാ പോലീസ് എസ്കോർട്ട് നിർബന്ധമാണെന്ന് RPF ഇംപ്ലിമെൻ്റ് ചെയ്തു. മത്തായി സുവിശേഷം 5:6 ഇപ്രകാരം പറയണം: നീതിക്ക് വേണ്ടി വ്യസന ദാഹിക്കുന്നവർ ഭാഗ്യവന്മാർ, അവർക്ക് തൃപ്തി ലഭിക്കും. നീതിക്ക് വേണ്ടി സമൂഹത്തിൽ ഇറങ്ങി തിരിക്കുമ്പോൾ പല സമയത്തും നമുക്ക് പല വിഷമവും പ്രതിസന്ധി നേരിടേണ്ടി വരും. ഈ വിഷമവും പ്രതിസന്ധി അതിജീവിക്കാൻ ദൈവം നമുക്കൊരു കൃപ നൽകും. ഒരു കൃപ സുരക്ഷിതമായിട്ടുള്ളൊരു വളയം നമുക്ക് തന്നിരിക്കും. എന്നെ സംബന്ധിച്ച് ഈ കൃപ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ, മാനേജ്മെൻറ്റ്, BCM കോളേജ്, അതുപോലെ BCM കോളേജ് മേധാവി ഡോക്ടർ കരുണ തന്ന സപ്പോർട്ട് തന്നെയാണ്. ആ പ്രകാരം തന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ സ്ട്രോങ് സപ്പോർട്ടും അതുപോലെ എൻ്റെ കൂട്ടുകാരുടെ സപ്പോർട്ടായിരുന്നു. ഒഴുക്കിനെതിരെ നീന്തുമ്പോഴാണ് ആയാസം വേണ്ടി വരിക. സ്വർഗം നൽകുന്ന സമാധാനത്തിൻ്റെ നീർച്ചാലിലെത്താൻ ക്ലേശം സഹിച്ചേ മതിയാകൂ. ആ വഴികളിൽ തെല്ലെന്നുയർന്നു പൊങ്ങാൻ നമുക്ക് ചിറകുമുളപ്പിക്കാം. സാന്ത്വനത്തിൻ്റെയും സമാശ്വാസത്തിൻ്റെയും സുന്ദരമായ തൂവൽ സ്പർശവുമായി പാറിപ്പറന്നു വരുന്ന മാലാഖമാരെയും വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ആശ്വാസത്തിൻ്റെ കുളിർകാറ്റായും വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള ശക്തിയായും അവർ കടന്നു വരുന്നത് വചനത്തിൽ നമുക്ക് കാണാനാവും. ഗത്സമൻ തോട്ടത്തിലെ ഗദ്ഗദങ്ങളുടെ നടുവിൽ രക്തം വിയർക്കുന്ന കർത്താവിനരികിൽ സമാശ്വാസത്തിൻ്റെ കുളിർകാറ്റായി മാലാഖ പറന്നു വരുന്നത് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം വിവരിക്കുന്നുണ്ടല്ലോ. കാരാഗ്രഹത്തിൻ്റെ കനപ്പെട്ട കവാടങ്ങളെ തള്ളിത്തുറക്കുവാനും വിശ്വാസം വീറോടെ പ്രഘോഷിക്കുവാനും
ശ്ലീഹന്മാർക്ക് ശക്തി പകരുന്ന മാലാഖായുടെ സമാശ്വാസത്തിൻ്റെയും കരബലത്തിൻ്റെയും ചിത്രം അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൻ്റെ 5-ാമത്തെ അധ്യായം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നുമുണ്ട്. അതെ, മാലാഖ സമാശ്വാസമാണ്, വിശ്വാസത്തിൽ നമ്മെ ഉറപ്പിക്കുന്ന ധൈര്യമാണ്. ഞാൻ ആനി ബാബു. നിരാലംബരായ കുട്ടികൾക്കും നിരാശ്രയരായ സ്ത്രീകൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നു. നിരാലംബരായ കുട്ടികളെ പോലീസും സാമൂഹ്യ പ്രവർത്തകരും ചൈൽഡ് ലൈനും ഒക്കെ സാധാരണ എത്തിക്കാറുണ്ട്. അവർക്ക് വിദ്യാഭ്യാസവും മറ്റും നൽകി അവരെ നല്ല ഉത്തമ പൗരരാക്കി വളർത്തുകയാണ് പതിവ്. പിന്നെ 3 പേരുടെ വിവാഹം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ സ്ത്രീകൾ അവരുടെ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നേരിടുമ്പോൾ അവരുടെ കുട്ടികളുമൊക്കെ ആയിട്ട് വീട് വിട്ടിറങ്ങി പോകുന്ന സ്ത്രീകളുണ്ട്. അങ്ങനെയുള്ളവരെ പോലീസും സാമൂഹ്യ പ്രവർത്തകരോ വിവിധ സ്ഥാപനങ്ങളോ ഒക്കെ സാന്ത്വനത്തിൽ ഒക്കെ എത്തിക്കാറുണ്ട്. അവർക്ക് കൗൺസിലിംഗ് നൽകി അവരുടെ ആൾക്കാരെയൊക്കെ വിളിച്ച് വരുത്തി അവരുമായിട്ട് ഒരു മീഡിയേഷനൊക്കെ വെച്ച് അവരുടെ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതോടൊപ്പം നമുക്ക് പരിഹരിക്കപ്പെടാത്ത ചില പ്രശ്നങ്ങളുള്ളവരെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് അവരെ എവിടെയെങ്കിലും ജോലിയിലാക്കുകയും അവരുടെ കുട്ടികളെ ഇതര സ്ഥാപനങ്ങളിലാക്കുകയും ചെയ്യുന്നു. ദൈവം ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ദൈവത്തിൻ്റെ പരിപാലനം എന്നും കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ ഭർത്താവും 2 മക്കളും ഉണ്ടെങ്കിലും എനിക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും അവരുടെ ഇഷ്ടങ്ങളും ഒക്കെ അനുസരിച്ച് പണ്ടത്തെ പോലെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എങ്കിലും അവർ പരിപൂർണമായിട്ട് ഇതിനോട് സഹകരിക്കുകയും പരിപൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെയുള്ള വേണ്ടിയുള്ള സ്ഥാപനമാകുമ്പോൾ പലപ്പോഴും ഈ ഗുണ്ടകളുടെയും ഭയങ്കര മദ്യപാനികളുടെയും ഒക്കെ ഭാര്യമാരും മക്കളും ഒക്കെ ഇവിടെ എത്താറുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് കഴിയുമ്പോൾ ഇവരുടെ ഭയങ്കരമായിട്ടുള്ള ഭീഷണികൾ ഉണ്ടാവാറുണ്ട്. വധിക്കുമെന്നൊക്കെ പറഞ്ഞ് വരെ ഭീഷണിപ്പെടുത്താറുണ്ട്. ദൈവം ഇല്ലെങ്കിൽ ഇങ്ങനൊരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടുപോകാൻ ദൈവം എന്നൊരാൾ കൂടെ ഇല്ലെങ്കിൽ സാധിക്കില്ല. അതുപോലെ ഓരോ ദിവസവും ഞങ്ങൾ ദൈവത്തിൻ്റെ പരിപാലനം ഈ സ്ഥാപനത്തിലൂടെ തിരിച്ചറിയുന്നു, അനുഭവിച്ചറിയുന്നു. കഴിഞ്ഞ 15 വർഷം മുമ്പ് വരെ ഞാൻ എൻ്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരാളാണ്. വളരെ സന്തുഷ്ടമായൊരു കുടുംബമായിരുന്നു. പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് 3 വയസ്സുള്ളൊരു കുട്ടിയെ ട്രെയിനിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിട്ടിയൊരു മറ്റ് അന്യസംസ്ഥാനത്തുള്ളൊരു കുട്ടിയെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നു. ആ കുട്ടിയെ ഞങ്ങളുടെ സ്വന്തം മകളെ പോലെ വളർത്തുകയും പിന്നീട് അവളെ ദത്തെടുക്കാനൊക്കെ ആഗ്രഹിക്കുകയും ചെയ്തെങ്കിലും അങ്ങനെ ഞങ്ങൾക്ക് ദത്തെടുക്കാൻ കിട്ടാതെ വന്നൊരു സാഹചര്യത്തിൽ പിന്നെ കോടതി ഇടപെട്ട് കുട്ടിയെ ഓർഫനേജിൽ മാറ്റണമെന്നൊരു ഓർഡർ വന്നു. പിന്നീട് ആ കുട്ടി നഷ്ടപ്പെടുമെന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ സാന്ത്വനം ഇങ്ങനെ രജിസ്റ്റർ ചെയ്തത്. ഇന്നിപ്പോൾ 86 കുട്ടികൾ വരെ ഉണ്ട്. ഓരോ ദിവസവും ഓരോ സാന്ത്വനത്തിൻ്റെ ഓരോ ആവശ്യങ്ങളും ദൈവം ഓരോ ദിവസവും ഓരോ ആവശ്യങ്ങളും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല എനിക്ക് തോന്നുന്നു ദൈവം ഓരോരുത്തർക്കും വേണ്ടി ഓരോ നിയോഗം വെച്ചിട്ടുണ്ട്. ആ നിയോഗം തിരിച്ചറിയുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷവും എല്ലാം. ഇത് പണ്ടത്തേക്കായാലും ഒരു പക്ഷേ ഇവർക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് വാസ്തവത്തിൽ ഞാൻ യഥാർത്ഥ സന്തോഷം എന്തെന്ന് തിരിച്ചറിയുന്നത്. ഇതാ ഞാൻ എൻ്റെ ദൗത്യം തിരിച്ചറിയുന്നു. സമാധാനത്തിൻ്റെ സന്ദേശവുമായി ഇനി ഞാൻ പാറിപ്പറക്കട്ടെ. മാലാഖമാരുടെ മഹനീയ ഭാവങ്ങളും മനോഹര ദൗത്യങ്ങളും മനസ്സിൽ ചേർത്ത് പിടിക്കേണ്ടവനാണ് ഓരോ മനുഷ്യനും. അവനീ മണ്ണിൽ മാലാഖയ്ക്കടുത്ത ഒരു ദൂത് നൽകുവാനുണ്ട്. മാലാഖയ്ക്കടുത്ത ഒരു ദൗത്യം നിർവഹിക്കാനുമുണ്ട്. അത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഏകതയുടെയും അലിവിൻ്റെയും ആർദ്രതയുടെയും നീതിയുടെയും ധാർമ്മിക ഇച്ഛാശക്തിയുടെയും ദൂതാണ്. ആ ദൂത് അവന് മാത്രമേ ഈ മണ്ണിൽ പകരാനാവൂ. ആത്മീയതയുടെ അനന്തവിഹായസിൽ അവൻ്റെ ചിറകുകൾ മുട്ടുമ്പോഴും ഈ മണ്ണിൽ പ്രസരിപ്പിക്കുവാൻ മാലാഖയുടെ മണവും ഗുണവും അവനുണ്ടാകും.